നമസ്കാരം. IPL-ന്റെ പുതിയ സീസണിന് ആരവമുയരാൻ ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കെ കഴിഞ്ഞ എഡിഷനിലെ ക്യാപ്റ്റന്മാരുടെ റേറ്റിംഗ് പുറത്തുവിട്ടിരിക്കുകയാണ് ESPN ക്രിക്ക് ഇൻഫോ. വലിയ ചില സർപ്രൈസുകൾ ഈ ലിസ്റ്റിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അടുത്ത സീസണിലേക്കുള്ള മെഗാതാരലം കഴിഞ്ഞ മാസം നടന്നിരുന്നു. ഇതോടെ പുതിയ സീസണിൽ ഓരോ ടീമുകളെക്കുറിച്ചുള്ള ചിത്രവും തെളിഞ്ഞിരിക്കുകയാണ്. 10 ഫ്രാഞ്ചൈസികളിൽ 5 മാത്രമാണ് കഴിഞ്ഞ എഡിഷനിലെ അതേ ക്യാപ്റ്റനെ അടുത്ത സീസണിലേക്കും നിലനിർത്തിയിരിക്കുന്നത്. ശേഷിച്ച 5 ടീമുകൾക്കും പുതിയ നായകരെ അടുത്ത സീസണിൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ എഡിഷനിലെ ക്യാപ്റ്റന്മാരുടെ റേറ്റിംഗിൽ ആരൊക്കെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് നോക്കാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മുൻ ക്യാപ്റ്റനും ഇന്ത്യൻ സ്റ്റാർ ബാറ്ററുമായ ശ്രേയസ് അയ്യർക്കാണ് കഴിഞ്ഞ IPL-ലെ നായകന്മാരിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ലഭിച്ചിരിക്കുന്നത്. 9.2 അദ്ദേഹത്തിന്റെ റേറ്റിംഗ് വരുന്നത്. ശ്രേയസിന് കീഴിൽ കഴിഞ്ഞ എഡിഷനിൽ കിരീടം ചൂടാൻ KKRന് സാധിച്ചിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഫൈനലിൽ വീഴ്ത്തിയാണ് KKR രണ്ടാമത്തെ ട്രോഫിയിൽ മുത്തമിട്ടത്. പക്ഷേ അടുത്ത സീസണിൽ KKRനൊപ്പം ശ്രേയസ് ഇല്ല എന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. മെഗാലയത്തിന് മുൻപ് അദ്ദേഹത്തെ അവർ കൈവിടുകയായിരുന്നു. തുടർന്ന് ലേലത്തിൽ താരം പഞ്ചാബ് കിങ്സിലെത്തുകയും ചെയ്തു. അടുത്ത സീസണിൽ പഞ്ചാബിനെ നയിക്കുന്നതും ശ്രേയസ് ആയിരിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. IPL ക്യാപ്റ്റന്മാരുടെ റേറ്റിംഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിനെ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു സാംസൺ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. കഴിഞ്ഞ എഡിഷനിൽ കമ്മിൻസിന് കീഴിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റണ്ണറപ്പ് ആയിരുന്നു. റോയൽസ് ആകട്ടെ പ്ലേ ഓഫിൽ തോറ്റ് പുറത്താവുകയായിരുന്നു. 8.9 റേറ്റിംഗുമായിട്ടാണ് സഞ്ജു ലിസ്റ്റിൽ 2ാം സ്ഥാനത്തുള്ളത്. നേരിയ വ്യത്യാസത്തിൽ കമ്മിൻസ് 3ാം സ്ഥാനത്തും നിൽക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ടെസ്റ്റ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 8.4 ആണ്. കഴിഞ്ഞ IPL-ൽ പ്ലേ ഓഫിലെത്താൻ സാധിച്ചില്ലെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സ് ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ് റേറ്റിംഗിൽ 4ാം സ്ഥാനത്തുള്ളത്. 7.6 റേറ്റിംഗ് ആണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. നേരിയ വ്യത്യാസത്തിലാണ് 5 തവണ ചാമ്പ്യന്മാരായ CSKയ്ക്ക് പ്ലേ ഓഫ് ടിക്കറ്റ് നഷ്ടമായത്. പോയിന്റ് പട്ടികയിൽ അവർക്ക് 5ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരികയായിരുന്നു. ഋതുരാജിന് പിന്നിൽ 5ാമത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുൻ നായകൻ ഫാഫ് ഡു പ്ലസിയാണുള്ളത്. അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7.3 ആണ്. സീസണിൽ ആദ്യ പകുതിയിൽ RCBയുടെ പ്രകടനം അതിദയനീയമായിരുന്നു. പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്കും അവർ കൂപ്പുകുത്തിയിരുന്നു. എന്നാൽ 2ാം പകുതിയിൽ അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തിയ RCB തുടർ വിജയങ്ങളുമായി പ്ലേ ഓഫിലേക്ക് കുതിക്കുകയായിരുന്നു. IPL ക്യാപ്റ്റന്മാരുടെ റേറ്റിംഗിൽ അവസാനത്തെ 5 സ്ഥാനങ്ങളിലുള്ള ക്യാപ്റ്റന്മാരിലേക്ക് വന്നാൽ KL രാഹുൽ, ഋഷഭ് പന്ത്, ശുഭ്മാൻ ഗിൽ, സാം കറൻ, ഹർദിക് പാണ്ഡ്യ എന്നിവരാണുള്ളത്. ലക്നൗ സൂപ്പർ ജയൻസ് നായകനായ രാഹുലിന്റെ റേറ്റിംഗ് 6.8 ആണ്. അതുപോലെ തന്നെ ഡൽഹി ക്യാപിറ്റൽസിന്റെ മുൻ നായകനായ ഋഷഭിന്റെ റേറ്റിംഗ് ആകട്ടെ 6.5 ആണ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ പുതിയ ക്യാപ്റ്റനായി എത്തിയ ഗില്ലിനും കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല. 6.1 മാത്രമേ അദ്ദേഹത്തിന് റേറ്റിംഗ് ആയിട്ടുള്ളൂ. പഞ്ചാബ് കിങ്സിന്റെ മുൻ നായകനായിരുന്നു സാം കറൻ. സ്ഥിരം ക്യാപ്റ്റൻ ശിഖർ ധവാന്റെ അഭാവത്തിൽ ഭൂരിഭാഗം മത്സരങ്ങളിലും ടീമിനെ നയിച്ചത് അദ്ദേഹമാണ്. 5.9 ആണ് കറന്റെ റേറ്റിംഗ് ആയിട്ട് വരുന്നത്. മുംബൈ ഇന്ത്യൻസ് നായകനായ ഹാർദിക് പാണ്ഡ്യയാണ് ഏറ്റവും മോശം റേറ്റിംഗ് ഉള്ളത്. 5.6 റേറ്റിംഗ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. 5 തവണ ജേതാക്കളായ മുംബൈ കഴിഞ്ഞ സീസണിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണിരുന്നു.